അയാൾ നേരത്തെ തന്നെ അതേ സംബന്ധിച്ച് ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് ആ തളാപ്പിലെ ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടത്തിൽ കിണറിനുള്ളിൽ മറഞ്ഞ നിലയിലാണ് അയാളെ കണ്ടെത്തിയത്. ആ സാഹചര്യത്തിലാണ് പോലീസ് പിടികൂടുന്നത്. നാട്ടുകാരുടെ ഒക്കെ സഹായം, CCTV ദൃശ്യങ്ങളുടെ ഒക്കെ സഹായം ആ വിഷയത്തിലുണ്ട് എന്നൊക്കെ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. കമ്മീഷണർ പറഞ്ഞ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോയാൽ സന്തോഷം. വന്നു എന്നുള്ളതൊക്കെ കൂടുതലായിട്ടുള്ള വിശദീകരണത്തിലൂടെ, കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്കിപ്പോൾ പറയാൻ വേണ്ടി കഴിയുള്ളൂ. പ്രാഥമികമായിട്ട് ഈ പ്രതി പുറത്തു വന്നതിൻ്റെ വേറെ ആരെങ്കിലും ഇതിലേക്ക് ഇൻവോൾവ് ആയതായിട്ട് പോലീസിന് ഈ ഒരു അവസരത്തിൽ ഇൻഫർമേഷൻ ഇല്ല. അത് കൂടുതൽ അന്വേഷണത്തിൽ വിധേയമാക്കേണ്ട കാര്യമാണ്. അതൊക്കെ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി പറയേണ്ടുന്ന കാര്യങ്ങളാണ്. അത് കൂടുതൽ അന്വേഷണത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ, ഏതെങ്കിലും രീതിയിലേക്കുള്ള വീഴ്ചകൾ ഇതിലുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പിന്നീട് പറയേണ്ട കാര്യങ്ങൾ. ഏകദേശം 20 ദിവസത്തിന് മുകളിലുള്ള തയ്യാറെടുപ്പായിട്ടാണ് നമ്മൾ പ്രാഥമികമായിട്ട് കാണുന്നത്. ബാക്കി കാര്യങ്ങൾ കൂടുതലായിട്ടുള്ള അന്വേഷണത്തിന് അതിനെ പറ്റിയിട്ട് ഞാനിപ്പോൾ ഒരു കമന്റ് പറയുന്നില്ല. അത് കൂടുതലായിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരേണ്ട കാര്യം. ഈ പ്രതി ജയിലിൽ ചാടിയതുമായി ബന്ധപ്പെട്ടിട്ട് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം കോടതിയുടെ നിർദ്ദേശപ്രകാരം അതുമായി ബന്ധപ്പെട്ട് ബാക്കി തുടർന്നുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം ഇക്കാര്യം തീർച്ചയായും പോലീസ് പറഞ്ഞ കാര്യങ്ങൾ അത് പരിശോധനയിലാണ്. അത് തീർച്ചയായും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ കാര്യങ്ങളിൽ കൂടുതൽ സ്വാഭാവികമായി തന്നെ വെളിപ്പെടുത്താനാകില്ല. പോലീസ് പറയുന്നത് വളരെ ശരിയാണ്. എന്തായിരുന്നാലും ഇപ്പോഴത്തെ കാര്യങ്ങൾ പ്രകാരം പോലീസ് നൽകുന്ന സൂചനകൾ വളരെ കൃത്യമാണ്. ഒന്ന്, 20 ദിവസത്തെ മുമ്പെങ്കിലുമുള്ള ആസൂത്രണം ഗോവിന്ദച്ചാമി തുടങ്ങിയിട്ടുണ്ട് ജയിൽ ചാടുന്നതുമായി ബന്ധപ്പെട്ട ഒന്ന്. രണ്ട്, ഈ ഘട്ടത്തിൽ ആരും ഗോവിന്ദച്ചാമിയെ സഹായിക്കുന്നതായി തെളിവുകൾ ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും അത്രയധികം ശ്രമങ്ങൾക്ക് മറ്റൊരാളുടെ സഹായം ഈ ഒറ്റക്കയ്യൻ എന്ന നിലയിൽ കൂടി ഗോവിന്ദച്ചാമിക്ക് ലഭിക്കേണ്ടതുണ്ട് സ്വാഭാവിക യുക്തിയിൽ. അങ്ങനെ ആരെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? അതൊക്കെ അന്വേഷണ പരിധിയിലേക്ക് എത്തുന്നതാണ്. അങ്ങനെയുള്ള അന്വേഷണത്തിൻ്റെ പരിധിയാണ് പോലീസ് നേരത്തെ വിവരിച്ചത്. സന്തോഷം, ഏറ്റവും പ്രധാനപ്പെട്ടത് പോലീസ് പറയുന്നതിൽ അടിവരയിട്ട് നൽകേണ്ടത് എന്തൊക്കെയാണ്? അതായത് ഈ സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ കൃത്യമായും കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു. 2 തവണയായി അദ്ദേഹം മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്നും വളരെ കൃത്യമായി മനസ്സിലായ കാര്യം, ഈ ഗോവിന്ദച്ചാമി ഏതാണ്ട് 20 ദിവസം നീണ്ട ആസൂത്രണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി ഈ സാധനങ്ങൾ ശേഖരിച്ചിരുന്നു. അതായത് ഈ തുണി, ഈ താഴേക്ക് കെട്ടിയിറങ്ങാൻ ഉപയോഗിച്ച തുണിയും അതോടൊപ്പം തന്നെ അഴികൾ മുറിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ബ്ലേഡ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പോൾ പ്രതിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക്, അതായത് തീർച്ചയായും എല്ലാവർക്കുമുള്ള ചോദ്യം, മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: ഈ സുരക്ഷാ വീഴ്ച അത് ഉണ്ടായിട്ടില്ലേ ജയിലിൽ നിന്നുള്ള കാര്യം, അതോടൊപ്പം തന്നെ ആരുടെ സഹായമാണ് ലഭിച്ചത് എന്നുള്ളതായിരുന്നു ആവർത്തിച്ച് ചോദിച്ച ചോദ്യം. അതിന് പോലീസിൻ്റെ അന്വേഷണ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത്. അന്വേഷണം നടക്കുകയാണ്, എന്തായാലും ആ കാര്യങ്ങൾ വൈകാതെ കണ്ടെത്തും എന്നുള്ള കാര്യമാണ് സിറ്റി പോലീസ് കമ്മീഷണർ പങ്കുവച്ച പുതിയ വിവരം. മറ്റൊന്ന്, ഈ അന്വേഷണത്തിൻ്റെ കൃത്യമായ സമയവഴിയാണ്. ഏതാണ്ട് 4:15 ഈ പ്രതി, കൊടും കുറ്റവാളിയായ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. പോലീസിന് 6:30 വിവരം കിട്ടിയത് എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത്. ഈ 6:30 വിവരം കിട്ടിയ ഉടൻ തന്നെ പോലീസ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. 6:30 പോലീസിന് വിവരം കിട്ടുന്നത്. 6:23 കൈരളി ന്യൂസ് അത് ജനങ്ങളിലേക്ക് കൂടി എത്തിക്കുന്നത്. കാരണം ജനങ്ങളുടെ സഹായം ഇക്കാര്യത്തിൽ വളരെ അത്യാവശ്യമായിരുന്നു. അത് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ഒരു സഹായം ഇതിൽ വളരെ അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യം കൂടിയാണ്. പിന്നീട് അങ്ങോട്ട് പോലീസ് ദ്രുതഗതിയിലുള്ള ഊർജിതമായ അന്വേഷണം തന്നെയാണ് ആരംഭിച്ചത്. ജയിലിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വളരെ കൃത്യമായ സമയം കണ്ടെത്തി. ജയിലിൽ നിന്നും ചാടാൻ ഉപയോഗിച്ച വഴി ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കി. അതിനുശേഷം എല്ലാ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. നിരവധി ആളുകളുടെ മൊഴി രേഖപ്പെടുത്തി. അതിൽ നിന്നും വളരെ നിർണായകമായിട്ടുള്ള ചില CCTV ദൃശ്യങ്ങൾ, ആ കാര്യം എടുത്തു പറയണം, കണ്ണൂരിൽ നിന്നും ആ തളാപ്പിൽ നിന്നുള്ള ഒരു CCTV ദൃശ്യമായിരുന്നു ഏറ്റവും നിർണായകം. ആ CCTV ദൃശ്യവും കൈരളി ന്യൂസിലൂടെ ആദ്യം
കേരളം കണ്ടു. കാരണം അതും നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം. കാരണം ആ സ്ഥലം മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് ഗോവിന്ദച്ചാമിയെ തിരിച്ചറിയാൻ ആ CCTV കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നാലെ പോലീസ് പോയി. അവിടെയുള്ള ദൃക്സാക്ഷികളുടെ 3-4 ആളുകളുടെ വളരെ നിർണായകമായ മൊഴികൾ ലഭിച്ചു. പിന്നീട് പോലീസ് അവരുടെ ബുദ്ധിപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ അന്വേഷണാത്മകമായിട്ടുള്ള ചിന്ത ഉപയോഗിച്ചുകൊണ്ട് അധികം ദൂരം പോകാൻ കഴിയില്ല എന്നുള്ള നിഗമനത്തിലെത്തിച്ചേർന്നു. പ്രധാനമായും ഒഴിഞ്ഞ കെട്ടിടങ്ങൾ, പൊളിഞ്ഞു വീഴാറായ കെട്ടിടങ്ങൾ, അതോടൊപ്പം തന്നെ കുറ്റിക്കാടുകൾ, ആൾത്താമസമില്ലാത്ത വീടുകൾ എന്നിവയ്ക്കായിരുന്നു പ്രാഥമികമായ പരിഗണന നൽകിയത്. അങ്ങനെയുള്ള പരിശോധനയിലാണ് ഒഴിഞ്ഞ കെട്ടിടത്തിന്റെ ഒരു കിണറിൽ ഈ ഗോവിന്ദച്ചാമി ഒളിച്ചു നിൽക്കുന്നതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ അവിടെയുള്ള പ്രദേശവാസികളുടെ ഉൾപ്പെടെ സഹായത്തോടുകൂടി അല്പം സാഹസികമായി തന്നെ അതിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഗോവിന്ദച്ചാമിയെ പോലീസ് പിടികൂടുകയായിരുന്നു. പിടികൂടി അവിടെ നിന്ന് നേരെ ഞാനിപ്പോൾ നിൽക്കുന്ന കണ്ണൂർ പോലീസ് ട്രെയിനിങ് സെന്ററിലേക്കാണ് ഗോവിന്ദച്ചാമിയെ കൊണ്ടുവന്നത്. കണ്ണൂർ SHO ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലാണ് പ്രതിയെ ഇവിടേക്ക് കൊണ്ടുവന്നത്. തൊട്ടു പിന്നാലെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജും കണ്ണൂർ ACP പ്രദീപൻ കണ്ണിപ്പോയിൽ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്തേക്ക് എത്തി. ഏതാണ്ട് ഒരു അരമണിക്കൂർ നേരത്തോളം ഇതിനകത്ത് വെച്ച് പ്രതിയെ ചോദ്യം ചെയ്തു. അതിനുശേഷം പ്രതിയെ പുറത്തിറക്കി മാധ്യമങ്ങൾക്ക് ദൃശ്യങ്ങൾ എടുക്കാനുള്ള ഉൾപ്പെടെ അവസരം നൽകുകയും സിറ്റി പോലീസ് കമ്മീഷണർ ഇതിൻ്റെ സമയവഴി പ്രദീപയെ പിടികൂടിയതിലേക്ക് എത്തിയ വഴികളെല്ലാം തന്നെ വിശദീകരിച്ചു. ഏതായാലും വലിയ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു നേട്ടമാണ് ഈ കാര്യത്തിൽ കേരള പോലീസ് കൈവരിച്ചിരിക്കുന്നത്. അജിംഷ.